സംസ്ഥാനത്തെ സ്ഥിര താമസക്കാർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനുള്ള ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ആർ ശ്രീജിത്ത്, അങ്ങനെയെങ്കിൽ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കും അല്ലേ? അനുജ, ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മന്ത്രിസഭാ തീരുമാനമായി സംസ്ഥാനത്തെ എല്ലാവർക്കും സ്ഥിരതാമസക്കാരായ എല്ലാവർക്കും നേറ്റിവിറ്റി കാർഡുകൾ നൽകാനുള്ള തീരുമാനം അറിയിച്ചത്. പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ടും മറ്റും രാജ്യത്തുടനീളം ആളുകൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ സ്ഥിരതാമസക്കാർക്ക് ഒരു തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒരു കാർഡായി നൽകാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇതിന് നിയമപരമായ പിൻബലം വേണ്ടുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമനിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുന്നത്. റവന്യൂ വകുപ്പ് പൈലറ്റ് ചെയ്ത നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ബില്ല് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകി. വരുന്ന നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിലെ രണ്ടാം ഘട്ടം 23-ന് ആരംഭിക്കുകയാണ്. ഈ സമ്മേളന കാലയളവിൽ നേറ്റിവിറ്റി കാർഡുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നിയമപരമായ പിൻബലമുള്ള ഒരു അടിസ്ഥാന രേഖ നൽകുന്നു എന്നതാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുജ, ഇതാണ് സംസ്ഥാനത്തെ സ്ഥിര താമസക്കാർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനുള്ള ബില്ലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. നേറ്റിവിറ്റി കാർഡ് എല്ലാവർക്കുമായി ഉണ്ടാകും എന്നുള്ളത് നേരത്തെ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നു. നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്നതാണ് ആർ ശ്രീജിത്ത് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.